नमः। चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सपदान्तिकम्। वन्देऽहं श्रीगुरोः श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातान् सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणा ललिता श्रीविशाखान्वितां च। हे कृष्णा करुणा सिन्धो दीनबन्धु जगल्पदे गोपेश गोपिका कान्त श्रीराधाकान्त नमस्तुते। सप्तकाञ्चन गौरांगी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ ഗീതാ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ആരുടെയെങ്കിലും അൺമ്യൂട്ട് ആയിട്ടുണ്ട്, മ്യൂട്ട് ചെയ്തത് പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കും. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഇന്നത്തെ നമ്മുടെ ഭാഗവത ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. ഇവിടെ കണ്ടിന്യൂ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയത്ത് നമുക്ക് നല്ല ചൂടുള്ള ഭാഗവത കഥ കേൾക്കാം. അപ്പൊ നമുക്ക് നേരെ ഭാഗവത്തിലേക്ക് കടക്കാം. ഇതുവരെ നമ്മൾ ആദ്യത്തെ സ്കന്ധമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സ്കന്ധത്തിൽ എത്ര അധ്യായമുണ്ട്? 19 അധ്യായമുണ്ട്. അതിൽ 6 അധ്യായം നമ്മൾ കവർ ചെയ്തു. 7ാമത്തെ അധ്യായത്തിലോട്ട് നമ്മൾ കയറുകയായിരുന്നു. അപ്പൊ 6 അധ്യായത്തിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? നൈമിഷാരണ്യത്തിലെ ഋഷിവര്യന്മാര് സൂതഗോസ്വാമിയോട് 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനൊക്കെ അദ്ദേഹം ഓരോ ചോദ്യത്തിനും മറുപടി പറയുന്നു. ഈ മറുപടിയിൽ പ്രധാനമായിട്ടും പറഞ്ഞത് അതായത് ഭഗവാൻ കൃഷ്ണനാണ് പരമപുരുഷോത്തമൻ ഭഗവാൻ എന്ന് അസന്നിഗ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതിനോടൊപ്പം ഭഗവാന്റെ ഭക്തിയാണ് മാനവരാശിയുടെ ഏറ്റവും പ്രധാന ധർമ്മം എന്ന് പറഞ്ഞു. പിന്നെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഭഗവാൻ ഈ ഭൗതിക ലോകത്തിന് പോയതിനു ശേഷം ശ്രീമദ് ഭാഗവത്തെയാണ് ധർമ്മവും ജ്ഞാനവും ആശ്രയം പ്രാപിച്ചത്. അതായത് ആദ്യത്തെ 3 സ്കന്ധത്തിലെ പ്രത്യേകിച്ച്, അതായത് 1, 2, 3 സ്കന്ധത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 4, 5, 6 അധ്യായങ്ങളിലും 7ാമത്തെ അധ്യായത്തിന്റെ ആദ്യവും ശ്രീമദ് ഭാഗവത്തിൽ. അപ്പൊ 4, 5, 6 അധ്യായത്തിൽ നമ്മൾ എന്താ കണ്ടത്? ശ്രീമദ് ഭാഗവത്തിന്റെ ഇതിഹാസം. അതായത് വ്യാസ ഭഗവാൻ വിഷമിച്ച് വിഷണനായിട്ട് സരസ്വതി നദിയുടെ തീരത്തിരിക്കുന്നു. നാരദമുനി അദ്ദേഹത്തിന്റെ ഗുരു വരുന്നു. അദ്ദേഹത്തിന്റെ ഇതിഹാസം, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ജന്മങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ശ്രീമദ് ഭാഗവതം എഴുതാനുള്ള പ്രേരണയും ഒപ്പം തന്നെ ശ്രീമദ് ഭാഗവത്തിന്റെ കണ്ടന്റ് എന്തായിരിക്കണം അതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അത് 7ാമത്തെ അധ്യായത്തിന്റെ ആദ്യം വരെയാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, നമുക്കറിയാം 4ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഋഷിവര്യന്മാര് സൂതഗോസ്വാമി വീണ്ടും 3 ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. എന്തായിരുന്നു? ഹിസ്റ്ററി ഓഫ് ശ്രീമദ് ഭാഗവതം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ചോദിച്ചത് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജനനത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിനെ കുറിച്ചാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ 7ാമത്തെ അധ്യായത്തിൽ ആദ്യം തുടക്കത്തില് ശ്രീമദ് ഭാഗവതത്തിന്റെ ഇതിഹാസം, ചരിത്രം സൂതഗോസ്വാമി പറഞ്ഞതിന് ശേഷം
12ാമത്തെ ശ്ലോകം മുതലാണ് പിന്നെ പരീക്ഷിത് മഹാരാജനെ കുറിച്ച് പറയാൻ വേണ്ടി ആരംഭിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്ക് വലിയ പരാജയം നേരിട്ടതിന് ശേഷം ദുര്യോധനൻ അന്നേരം ജീവൻ കളഞ്ഞിട്ട് ജീവൻ വിളിച്ചിട്ട് ഉണ്ട്. പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു പ്രധാന വ്യക്തിയായിരുന്നു അശ്വത്ഥമാവ്. പക്ഷെ അശ്വത്ഥമാവിന് പാണ്ഡവരോട് വലിയ പകയുണ്ടായിരുന്നു. തന്റെ പിതാവിനെ വധിച്ചതിനുള്ള പക, പിന്നെ യുദ്ധത്തിൽ പരാജയപ്പെട്ട പക. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ദുര്യോധനെ ഒന്ന് സന്തോഷിപ്പിക്കണം. അതിനുവേണ്ടി അദ്ദേഹം പോയിട്ട് ഉറങ്ങിക്കിടന്ന ദ്രൗപദിയുടെ 5 പുത്രന്മാരുടെ തലയറുത്ത് കൊണ്ടുവന്നിട്ട് ദുര്യോധന്റെ കാൽക്കൽ വെച്ചു. ദുര്യോധൻ പക്ഷെ അതുകൊണ്ട് സന്തോഷം ഉണ്ടായില്ല. ദുര്യോധൻ നോക്കും, ഒരുപാട് കുറവുകൾ ദുര്യോധന്റെ കയ്യിൽ ഉണ്ടെങ്കിലും കുറച്ച് അത് എല്ലാ വ്യക്തികളിലും ഉണ്ട്. നമ്മൾ പഠിക്കേണ്ടത് എത്ര രാക്ഷസ സ്വഭാവമുള്ളവർ അവരുടെ നല്ല ഗുണങ്ങൾ നമ്മൾ എടുക്കണം. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, നീ കാണിച്ച ശരിയായില്ല, ഉറങ്ങിക്കിടന്ന കുട്ടികൾ. അത് ദുര്യോധനൻ മുഖത്തിങ്ങനെ തപ്പി നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ഭീമനല്ല, അർജുനല്ല, നമുക്കല്ല, സഹദേവനല്ല, പിന്നെ ഇത് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ദ്രൗപദിയുടെ 5 പുത്രന്മാരാണ് എന്ന് പറഞ്ഞ് കാണിച്ചത് ഹീനകൃത്യമാണെന്ന് പറഞ്ഞു. ഈ വാദം സ്വയം ദുര്യോധനന്റെ അടുത്ത് ചെന്നിട്ട് അശുദ്ധമാവ് കൊണ്ട് കൊടുത്തെങ്കിലും ദുര്യോധനന് അതുകൊണ്ട് യാതൊരുവിധ സന്തോഷം ഉണ്ടായില്ല. പക്ഷെ ആ സമയത്ത് പാണ്ഡവരുടെ ക്യാമ്പിൽ എന്തുവാണ്, ദ്രൗപദി തന്റെ വെറും 13, 14, 15 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ തലയില്ലാത്ത ശരീരം കണ്ടിട്ട് വിങ്ങി പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ടിട്ട് അർജുനൻ സഹിച്ചില്ല. അർജുനൻ ഒരു പ്രതിജ്ഞ എടുത്തു, ദ്രൗപദി നിന്റെ പുത്രന്മാരെ വധിച്ച ആരായാലും അവന്റെ തലയറത്ത് ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവെക്കും, ആ തലയെ ചവിട്ടി എന്നുകൊണ്ട് നീ കുളിച്ചാൽ മതി എന്ന്. നീ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് പുള്ളി നേരെ ഇറങ്ങുകയാണ്. ഇദ്ദേഹം പറഞ്ഞിട്ട് അർജുൻ ഓടിച്ചത് രഥത്തിൽ കയറിപ്പത്തുള്ളത് ആ രഥത്തിന്റെയും സാരഥി ഭഗവാനായിരുന്നു. ഇതൊക്കെ ഇവിടെ യുദ്ധം കഴിഞ്ഞു, പാണ്ഡവരെ ജയിപ്പിച്ചു, എന്നിട്ടും ഭഗവാന്റെ ഭക്തവത്സലത, ഭഗവാൻ ആ രഥത്തിൽ കയറി അർജുനെ കൊണ്ട് ആ രഥം വളരെ വേഗത്തിൽ പായാൻ തുടങ്ങി. അങ്ങനെ അവര് അശ്വത്ഥാമനെ കണ്ടുപിടിച്ചു. അശ്വത്ഥാമന് മനസ്സിലായി എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. കാരണം കുരുക്ഷേത്രത്തിലെ 18 ദിവസവും അർജുനന്റെയും കൃഷ്ണന്റെ പരാക്രമം അശ്വത്ഥമാവ് കണ്ടതാണ്. അർജുന്റെയും കൃഷ്ണന്റെയും പരാക്രമത്തിന് മുന്നിൽ ആർക്കും പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ പിതാവിന് കഴിഞ്ഞില്ല, ഭീഷ്മർക്ക് കഴിഞ്ഞില്ല, കർണന് കഴിഞ്ഞില്ലെങ്കിൽ തനിക്ക് എങ്ങനെ കഴിയും എന്നുള്ള ഭയം അശ്വത്ഥാമനെ വല്ലാതെ ആകുലചിത്തനാക്കി. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ മനസ്സിന്റെ ചഞ്ചലത കൊണ്ടോ ചില കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം പശ്ചാത്തപിച്ചാലും അതിന് പരിഹാരം കിട്ടില്ല. ഇവിടെ പരീക്ഷത്തിന് അതാണ് പറ്റിയത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ അടിഞ്ഞുകൂടിയ ക്രോധം. രണ്ടാമത് ശരിയായ ഗൈഡൻസ് കൊടുക്കാൻ ആരുമില്ലായിരുന്നു. അപ്പൊ പലപ്പോഴും ചില നിർണയങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റാതെ വരുന്ന അവസരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ വിശ്വസ്തനായ ഒരാൾ ഉണ്ടായിരിക്കണം, ഒരു ആത്മീയ ഗുരു ഉണ്ടായിരിക്കണം. ആത്മീയ ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ ദീക്ഷ എന്ന ഗുരു ആയിരിക്കത്തില്ല, എപ്പോഴും നമുക്ക് അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. പിന്നെ ഒരു നല്ല സീനിയർ സിൻസിയർ ഭക്തൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ കൂടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിർണയം എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും ജീവിതത്തിൽ. അപ്പൊ ശരി തെറ്റെന്ന് ചോദിക്കാൻ ഒരാൾ വേണം. ഇവിടെ അശ്വത്ഥാമന് പറ്റിയതാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണ ആദ്യമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. കുരുക്ഷേത്രത്വം കഴിഞ്ഞെങ്കിലും ശരി, ശ്രീമദ് ഭാഗവതം നമ്മൾ തുറക്കുമ്പം കൃഷ്ണൻ ഇവിടെയാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. കുരുക്ഷേത്രത്തെ കുറിച്ചുള്ള വർണ്ണന ഇന്നത്തെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ആദ്യം വരുന്നത് എന്തുവാണ്, അശ്വത്ഥാമ വന്ന് പാണ്ഡവരുടെ 5 പുത്രന്മാരെ വധിക്കുന്നതായിട്ടാണ്. ഇവിടെ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്ന ആരായിട്ടാണ്? സാരഥിയായിട്ടാണ്. ഭഗവാനെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ലീലയിലൂടെ, തന്റെ ബാല്യലീലയിലൂടെ, വേറെ ഏതെങ്കിലും ലീലയിലൂടെ ഭാഗവതത്തിൽ പ്രത്യക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഭഗവാന്റെ ഏറ്റവും ഒരുപാട് ഗുണങ്ങൾ ഭഗവാന്റെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഭഗവാൻ എപ്പോഴും സ്വയം എക്സ്പോസ് ആകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഭക്തരുടെ ക്രെഡിറ്റിനാണ് കൊടുക്കുന്നത്. ഭക്തർക്ക് എന്റെ പേര് കിട്ടിക്കോട്ടെ, എനിക്ക് പേര് ദോഷം കിട്ടിക്കോട്ടെ. അതാണ് കുരുക്ഷേത്രത്തിൽ ഭഗവാൻ സത്യം ചെയ്തു, ഞാൻ ആയുധം എടുത്തുകൊണ്ട് യുദ്ധത്തിൽ ഇറങ്ങില്ലെന്ന് പറഞ്ഞ ഭഗവാൻ ഭീഷ്മരുടെ ശബ്ദം എന്തുവായിരുന്നു? ആയുധം എടുപ്പിക്കുന്നു. അപ്പൊ തന്റെ ഭക്തന്റെ ശബ്ദം നിറവേറ്റാൻ വേണ്ടി തന്റെ
പേര് ദോഷമുണ്ടായാലും കുഴപ്പമില്ലെന്ന് ഭഗവാൻ രഥത്തിൽ ചാടി ഇറങ്ങി രഥത്തിന്റെ വീലുരുക്കൊണ്ട് ഭീഷ്മരുടെ നേരെ ചെന്നു. അപ്പോഴും ഭീഷ്മർ പുഞ്ചിരിച്ചോണ്ടിരിക്കുമായിരുന്നു ആ ഭക്തവത്സലത കണ്ടിട്ട്. അതായത് ഇത്രയും ബഹുലമായ, ഇത്രയും പുണ്യമായ, ഇത്രയും ഭക്തിസാന്ദ്രമായ ഈ ഗ്രന്ഥത്തിൽ സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് രഥത്തിന്റെ സാരഥിയായിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. വളരെ ടച്ചിങ് ആണെന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ. അതാണ് കൃഷ്ണന്റെ ഭക്തവത്സലത. ഈ സ്കന്ധത്തിന്റെ തന്നെ ഇനിയും വരുമ്പോ 6, 7, 8 അധ്യായങ്ങളിൽ നമ്മൾ ഇനി 8, 7, 8 നമ്മൾ 7 ചർച്ച ചെയ്തിരിക്കുന്നത്. 8, 6 നമ്മൾ കണ്ടത്. അതായത് ഭഗവാന്റെ ആ ഭക്തവത്സലത നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ശ്രീമദ് ഭാഗവത്തെ എല്ലാ സ്കന്ധത്തിലും ആൾമോസ്റ്റ് എല്ലാ അധ്യായത്തിലും ഭഗവാന്റെ ഭക്തവത്സലത കാണാൻ പറ്റും. പക്ഷെ ഈ 6, 7, 8 അധ്യായങ്ങൾ വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും. കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭഗവാന് എത്ര വിശേഷ ഗുണങ്ങളുണ്ട്? അനന്ത ഗുണങ്ങളാണുള്ളത്. നമ്മൾ പറയും 64 ഗുണങ്ങൾ, അത് ഇതൊക്കെ പറയെങ്കിലും ഭഗവാന്റെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗുണങ്ങളാണ് 64 ഗുണങ്ങൾ പറഞ്ഞത്. ഭഗവാന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ഗുണങ്ങളും ലീലകളും വർണ്ണിച്ചു തീരത്തില്ല. ആരാണ് ഭഗവാന്റെ ഗുണങ്ങളും ലീലകളും വർദ്ധിക്കുന്നത്? അനന്തനാണ്. അനന്തന് എത്ര നാവുണ്ട്? അനന്തമായ നാവ്. 1000, 10,000 ലക്ഷം നാവുകളുണ്ട്. ആ നാവുകൾ കൊണ്ട് അനാദികാലം മുതൽ അനന്തൻ ഭഗവാന്റെ നാമരൂപ ഗുണലീലകള് വർണ്ണിച്ചു കൊണ്ടിരുന്നിട്ട് തീർന്നില്ല, തീർത്തുമില്ല. അതിൽ ഏറ്റവും പ്രകടമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും വ്യത്യസ്തമായ, ഏറ്റവും സുന്ദരമായ, എല്ലാവരെയും ആകർഷിക്കുന്ന ഭഗവാന്റെ ഒരു ഗുണമാണ്, ഒരു വിശേഷതയാണ് ഭക്തവത്സലത. ശ്രീമദ് ഭാഗവതം മുഴുവനും അതാണ്. നമ്മൾ ഇനി മുമ്പോട്ട് ഭഗവാന്റെ ഭക്തവത്സലത നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഭഗവാനെ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. 24 മണിക്കൂറും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകളില്ല, കാരണം അവിടെ സമയമില്ല. ഞാൻ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സദാസമയവും ഭഗവാൻ ഭക്തനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭക്തനെ കുറിച്ച് മൊത്തമല്ല, അഭക്തനെ കുറിച്ചും ഭഗവാൻ ചിന്തിക്കുന്നു. ഞാനിവിടെ ഭക്തൻ എന്ന വാക്ക് ഉപയോഗിച്ചെന്ന് മാത്രം. സദാസമയവും. പക്ഷെ നമ്മൾ എത്ര സമയമാണ് ഭഗവാനെ കുറിച്ച് ആലോചിക്കുന്നത്? ഭഗവാൻ ഒരു പരിഭവവും ഇല്ല, ഒരു പരാതിയില്ല. ഒരു പ്രാവശ്യമെങ്കിലും അവനോ അവളോ എന്നെ ഓർക്കുന്നല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുന്ന ഭഗവാൻ. ആ ഭഗവാൻ അല്ലാതെ പിന്നെ നമ്മൾ ആരെയാണ് പൂജിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, അനന്തമായ ഭഗവാന്റെ വിശേഷതകൾ ഉണ്ടെങ്കിലും ആ വിശേഷതകൾ ഏറ്റവും മഹത്തായ വിശേഷം ഭക്തവത്സലതയാണെന്ന്. അങ്ങനെയല്ല. നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അതിനു മുകളിലും ഭഗവാന്റെ ഒരു വിശേഷതയുണ്ട്. അതെന്തോണം അറിയാമോ? അതിന്റെ മുകളിലുള്ള വിശേഷത ഭഗവാന്റെ ഭക്തവശ്യത. ഭഗവാന്റെ ഭക്തവശ്യത. ഭക്തവത്സലത്തെക്കാളും വലുതാണ് ഭഗവാന്റെ ഭക്തവശ്യത. ഭക്തവശ്യത എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭഗവാൻ ഭക്തന്റെ വശത്തിലായി പോവുകയാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗവതം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വേണേൽ ചർച്ച ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. ഒരൊറ്റ കാരണം ഞാൻ പറയാം, ഭഗവാൻ ഇങ്ങനെ ഭക്തന്റെ വശത്തിലാകുന്നതാണ്. യശോദമായി പറഞ്ഞു, കാന ഓപ്പൺ യുവർ മൗത്ത്, വാ തുറക്കാൻ പറഞ്ഞു. നമ്മള് അതൊക്കെ നല്ലോണം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ആദ്യം വാ തുറന്നപ്പം യശോദമായി കണ്ടത് എന്തുവാ? അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാന്റെ വായിൽ എന്ന് പറയാൻ ഉദരത്തിലാണ് കണ്ടു. അത് ഏതാനും ദിവസത്തിന് ശേഷമാണ് ദാമോദരലീല നടക്കുന്നത്. ദാമോദരലീലയിൽ ആ യശോദ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളിൽ ധരിക്കുന്ന ആ ഭഗവാനെ പശുവിനെ കിട്ടുന്ന കയറ് കൊണ്ടുവന്ന് വയറ്റിൽ ബന്ധിച്ചു. എന്നുവെച്ചാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഒരു സാധാരണ ഗോപ സ്ത്രീ ഒരു ഉരലെ കെട്ടിവെച്ചു. ഇതാണ് ഭക്തവശ്യത. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഭഗവാന്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങളിൽ നിന്നും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. മഹാപ്രളയ സമയത്ത് ആ ബ്രഹ്മാണ്ടങ്ങളെല്ലാം താജീവാകും തന്റെ ഉദരത്തിൽ ഭഗവാൻ വഹിക്കുന്നു. ആ ഉദരത്തെ ഒരു ചെറിയ കയറിന്റെ കഷണം കൊണ്ട് കെട്ടി ഉരലിട്ടവർ ഇവിടെ വെക്കും. ഞാൻ വരുന്നവരെ ഇവിടെ നിന്ന് അനങ്ങിപ്പോരും. ആലോചിച്ച് നോക്കി. ഇതാണ്
ഭക്ത വശ്യത. അതിനെക്കുറിച്ച് നമുക്ക് ഒരു ക്ലാസ് മുഴുവൻ ചർച്ച ചെയ്യാനുള്ളതാണ്. നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. അപ്പം ഭഗവാന്റെ ഒരുപാട് വിശേഷത ഉണ്ടെങ്കിലും ഭഗവാന്റെ ഏറ്റവും നല്ല വിശേഷതയാണ് ഭക്തരോടുള്ള ഭഗവാന്റെ വാത്സല്യം, സ്നേഹം, ദയ. ഈ അമൂല്യമായ ഗുണം ഭഗവാന്റെ വത്സലത ഈ അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് ഈ 7ാമത്തെ അധ്യായത്തില് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് 8ാമത്തെ അധ്യായത്തിലും 7ാമത്തെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇപ്രകാരം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടി, അതായത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു, ഭഗവാൻ ഒരിക്കൽ കൂടി അർജുനന്റെ സാരഥിയായി. അങ്ങനെ അർജുനന്റെ രഥം വളരെ വേഗം അശ്വത്ഥമാവിന്റെ പിന്നാലെ പായുകയാണ്. അശ്വത്ഥമാവിന് മനസ്സിലായി ഇനി രക്ഷപ്പെടാൻ പറ്റില്ല, തന്നെ പിടികൂടുന്നത്. അപ്പൊ തന്റെ ജീവൻ രക്ഷിക്കുന്ന വെപ്രളത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഉപദേശം കൊടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. നമുക്ക് ബ്രഹ്മാസ്ത്രം അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഇന്നത്തെ ആധുനികത്തിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ, അണുബോംബുകളെക്കാൾ 100, 1000, 10,000 ഇരട്ടി പവറുള്ള ഒരു അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം കൊണ്ട് ഈ ബ്രഹ്മാണ്ടം മൊത്തം നിമിഷനേരം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. ഒരൊറ്റ വ്യക്തിയെ വേണമെങ്കിലും വധിക്കാൻ കഴിയും. ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധം ഇത്രയും ഭയാനക യുദ്ധത്തിൽ പോലും അർജുൻ ഒരു പ്രാവശ്യം പോലും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചതോ പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല അർജുനൻ, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതിനെ കുറിച്ച്. അല്ലെങ്കിൽ ഒറ്റ ബ്രഹ്മാസ്ത്രം കൊണ്ട് മൊത്തം കൗരവസേന അർജുൻ ഇല്ലാതാക്കായിരുന്നു ഒരു നിമിഷം കൊണ്ട്. കാരണം അത് അപൂർവമായ അവസ്ഥ. ബ്രഹ്മാസ്ത്രം നമ്മൾ പ്രയോഗിച്ചിട്ട് ഒരിക്കലും ശാസ്ത്രങ്ങളിൽ അതിന്റെ വർണ്ണ വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യം അല്ലാതെ, 1, 2 ഈ അശുദ്ധമായ 2 സാഹചര്യങ്ങളല്ലാതെ നമ്മൾ ബ്രഹ്മാസ്ത്രത്തിനെ കുറിച്ച് അധികം കേട്ടിട്ടില്ല. ആ സാഹചര്യത്തിലാണ് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചത്. മാത്രമല്ല, ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ശത്രുവിനെ ഭയപ്പെടുത്താൻ വേണ്ടി പ്രയോഗിച്ചിട്ട് പിൻവലിക്കാനുള്ള മന്ത്രമുണ്ട്. നിർഭാഗ്യവശാൽ അശ്വത്ഥാമാവിന് അത് അറിയത്തില്ലായിരുന്നു. ഇവിടെ ബ്രഹ്മാസ്ത്രത്തിന്റെ തേജസ് കൊണ്ട് അന്തരീക്ഷം മൊത്തം അങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പം, അങ്ങനെ തേജോമയമായി കഴിഞ്ഞപ്പം അർജുൻ ഒരു കൺഫ്യൂഷൻ, എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ അർജുൻ പ്രാർത്ഥിക്കുന്നുണ്ട്. 7ാമത്തെ അധ്യായം 22ാമത്തെ ശ്ലോകം അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാഭാഗോ ഭക്താനാം അഭയം കര ത്വം ഏകദേഹ്യ മാനാനാം അപവർഗോ അസിം സംസ്കൃതി. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ, ഹേ കൃഷ്ണ മഹാബാഹുവായ പ്രഭു, അങ്ങ് ഭക്തരുടെ എല്ലാ ഭയങ്ങളും നീക്കുന്നവനാണ്. ഭക്താനാം അഭയം കര, എല്ലാ ഭയങ്ങളും നീക്കി അഭയം നൽകുന്നതാണ്. ത്വം ഏകദേഹ്യമാനാനാം, അതായത് ഈ അഗ്നിയിൽ വെന്തുരുകുന്ന ജീവജാലങ്ങൾക്ക് മോക്ഷം പ്രദം ചെയ്യുള്ള അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. ഈ ദഹിപ്പിക്കുന്ന അഗ്നി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അവർക്ക് അസിം സംസ്കൃതവും 4 ഭാഗത്തുനിന്നും വരുന്ന ഈ തേജസ്സിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ 5 ശ്ലോകങ്ങളായിട്ട് അർജുൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇത് ആരെങ്കിലും ഭഗവാനോട് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ഭാഗത്ത് വരുന്നുണ്ടെങ്കിലും ആദ്യത്തെ പ്രാർത്ഥന ഭഗവാനോട് കൈകൂപ്പിക്കൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രാർത്ഥന അർജുന്റെയാണ്. അപ്പൊ ഭഗവാൻ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനോട് പറഞ്ഞു, അർജുന, ഇത് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്റെ ഒരു ചോദ്യം, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ വന്നൊരു സംശയം, ഇത് ഉടൻ തന്നെ ഞാൻ ഇത് നേരത്തെ വായിച്ച സമയത്ത് എനിക്ക് ആ സംശയം വന്നിരുന്നു, ഇന്നല്ല. അപ്പൊ ഞാൻ എന്റെ ശിക്ഷാ ഗുരുക്കന്മാരോട് ഒരുപാട് നാല് സീനിൽ പ്രേമിച്ചാണ് അദ്ദേഹത്തിനോട് ഫോൺ ചെയ്ത് ചോദിച്ചായിരുന്നു. എന്റെ സംശയം എന്തായിരുന്നു, ശത്രുവിന്റെ ആയുധത്തെക്കുറിച്ച് നമുക്ക് പരിപൂർണ ബോധ്യം ഇല്ലെങ്കിൽ നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. ആധുനിക യുദ്ധത്തിൽ അതുപോലെയാണ്. പാകിസ്ഥാന്റെ കയ്യിൽ ഏതൊക്കെ ആയുധങ്ങളാണ്, അത് എത്രമാത്രം നാശകരമാണ്, അതിനെ എങ്ങനെ പ്രതിരോധിക്കണം നമുക്കറിയില്ലെങ്കിൽ നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. അർജുന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനും പിൻവലിക്കാനും നശിപ്പിക്കാനും അറിയാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ആ തേജസ് കണ്ടപ്പം അർജുനന് മനസ്സിലാകാഞ്ഞത് അത് ബ്രഹ്മാസ്ത്രമാണെന്ന്? അർജുനന് മനസ്സിലായാലും, പക്ഷേ അർജുനൻ സ്വന്തം ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിച്ചില്ല.
ഭഗവാന്റെ മുകളിൽ വിടുകയായിരുന്നു. അർജുനൻ ഇങ്ങനെയും പറയായിരുന്നു, കൃഷ്ണ അശുദ്ധമോ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങനെയും ചോദിക്കായിരുന്നു. പക്ഷെ അവിടെ ബഹുമാനമില്ല. പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചാൽ പല സമയത്തും നമ്മളുടെ ഉള്ളിൽ സംശയങ്ങൾ വരുമ്പം ആ സംശയങ്ങൾ നമ്മളുടെ സീനിയർ ഭക്തരോട് ചോദിക്കുന്ന ചില നിയമങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ശരിയാണെന്ന് ചോദിക്കുന്നത് അഹങ്കാരമാണ്. എനിക്കറിയില്ല അങ്ങ് പറഞ്ഞു തരൂ എന്ന് പറയുന്നതാണ് മാന്യത, അല്ലെങ്കിൽ സംസ്കാരം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഹ്യൂമിലിറ്റി. ഇവിടെ അർജുൻ അറിയാമായിരുന്നത്, തീർച്ചയായിട്ടും അറിയാം അർജുൻ. കാരണം എന്താണ് ബ്രഹ്മാസ്ത്രം എന്നുള്ളത് ദ്രോണാചാര്യര് അർജുനെ പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒരു അസ്ത്രത്തിന് ഇത്രയും തേജസ്സോടെ വരാൻ പറ്റില്ല. എങ്കിൽ കൂടി ഭഗവാന്റെ പ്രസൻസിൽ, ഭഗവാൻ അവിടെ ഹാജരായിരുന്നപ്പോൾ തന്റെ അറിവ് അവിടെ യാതൊരുവിധ ആവശ്യമില്ല. ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം, യുധിഷ്ഠിർ എന്ന് പറഞ്ഞൊരു തെറ്റ് ചെയ്ത്, തെറ്റെന്ന് പറയാൻ പറ്റില്ല, കാരണം എന്തെല്ലാം സംഭവിച്ചത് അതെല്ലാം ഭഗവാന്റെ ഇഷ്ടപ്രകാരമായിരുന്നു. എന്നാലും പ്രത്യക്ഷമായിട്ട് വെളിയിൽ നോക്കുമ്പോൾ ഒരു തെറ്റ്. അതായത് ചൂതുകളിക്ക് ദുര്യോധനൻ യുധിഷ്ഠിരെ ക്ഷണിച്ചിട്ട് പറഞ്ഞെന്തുമായിരുന്നു, എനിക്ക് വേണ്ടി ശകുനി കളിക്കൂ. അന്നേരം യുധിഷ്ഠിർ പറയാമായിരുന്നു, ശരി കളിച്ചോ, കുഴപ്പമില്ല, എനിക്ക് വേണ്ടി പക്ഷെ കൃഷ്ണനായിരിക്കും കളിക്കുന്നു പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ശകുനിക്ക് കൃഷ്ണ തോപ്പിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നടക്കില്ലായിരുന്നു. അത് വേറെ കാര്യം. പക്ഷെ അവിടെ കൃഷ്ണനെ ആ സമയത്ത് കൃഷ്ണന്റെ ഇച്ഛപ്രകാരമായിരിക്കാം, പക്ഷെ യുധിഷ്ഠിര മഹാരാജ് കൃഷ്ണനെ വിസ്മരിച്ചു. അല്ലെങ്കിൽ ഒരു നിമിഷം കൃഷ്ണനോട് ചോദിക്കാമായിരുന്നു, ഇങ്ങനെ ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഇന്നടത്ത് വെച്ചിട്ട് ശകുനി ദുര്യോധനും കൂടെ എന്നെ ചോദ്യം വിളിച്ച് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാൻ അർജുൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അർജുൻ പറഞ്ഞത്, ഭഗവാൻ എന്താണിതെന്ന്. ഭഗവാൻ പറഞ്ഞു, നിന്നെ വധിക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്, നീയും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക. അത് അവനെ വധിക്കാനല്ല. അതിപ്പം നമ്മളിപ്പം പൊതുവിനെ കൊല്ലാൻ AK-47 ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ചോദിക്കാൻ. അവനെ വധിക്കാനല്ല, അവൻ അയച്ച ബ്രഹ്മാസ്ത്രത്തിനെ നിർവീര്യമാക്കാനാണ്. ആ നിർവീര്യമാക്കിയാൽ മാത്രമേ നിനക്ക് അശ്വത്ഥാമനെ ബന്ദിയാക്കാനും കഴിയും. അതുകൊണ്ട് നീ അത് ചെയ്യാൻ പറ. അവിടെ തന്നെ ഭഗവാന്റെ നിർദ്ദേശാനുസരണം അർജുനൻ ബ്രഹ്മാസ്ത്രം അയച്ച് അശ്വത്ഥാമന്റെ ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കി. അങ്ങനെ അശ്വത്ഥാമാനെ അർജുനൻ ബന്ദിയാക്കിക്കൊണ്ട് എവിടെ പോയി? ബന്ദിയാക്കി കഴിഞ്ഞ ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു അവനെ വധിക്കാൻ പറഞ്ഞു. കാര്യം അർജുനൻ ബന്ദിയാക്കി കഴിഞ്ഞ് എന്തിനാ? വധിക്കാനാണ് വന്നത്. ദ്രൗപദിക്ക് വാക്ക് കൊടുത്താൽ അവൻ തലയും കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു, പിടിച്ചോണ്ട് വരാമെന്നല്ല, തലയും കൊണ്ട് വരാമെന്ന്. ആ തലയെ ചവിട്ടി ഇന്നുകൊണ്ട് നീ കുളിച്ചാൽ മതി എന്നാ പറഞ്ഞു. അപ്പൊ പിടിച്ചറിഞ്ഞ ഭഗവാൻ പറഞ്ഞു, അർജുന, ഇവൻ വെറും ക്രൂരനാണ്, വെറും നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ഇവൻ ചെയ്തത്, ഇവൻ ഹീനനാണ്, ഇവൻ വധിക്കപ്പെടാൻ അർഹനാണ്. അതുകൊണ്ട് ഇവനെ വധിക്കുക. ബ്രാഹ്മണനാണെങ്കിലും ശരി, ഇവന് ബ്രാഹ്മണന്റെ യാതൊരുവിധ ഗുണങ്ങളില്ല. ഇവന് ബ്രാഹ്മണനല്ല, കേവല ബ്രാഹ്മണ ബന്ധുവാണ്. ദ്വിജബന്ധു, ഒരു വാക്കുണ്ട് ദ്വിജബന്ധു. ദ്വിജബന്ധു എന്ന് പറഞ്ഞാൽ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ദ്വിജബന്ധു എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയാണോ ബ്രാഹ്മണ കുലത്തിൽ ബ്രാഹ്മണന്റെ പുത്രനായിട്ട് ജനിച്ചിട്ടും ബ്രാഹ്മണ സവിശേഷതകളില്ലാത്തത്, ബ്രാഹ്മണന്റെ ഗുണങ്ങളില്ലാത്തത്, ബ്രാഹ്മണത്വം പാലിക്കാത്തത്. ബ്രാഹ്മണന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭഗവാൻ ഭഗവത്ഗീതയിൽ 18ാമത്തെ അധ്യായത്തിൽ 42ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ശമദബോ തപ ശൗചം ശാന്തിരാർജം ഏവജ ജ്ഞാന വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജ. അപ്പൊ അതിനകത്ത് 9 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇവന് ബ്രാഹ്മണ കുലത്തിലാണെങ്കിലും പ്രവൃത്തി വെച്ച് ഇവരും ഇറച്ചി വെട്ടുകാരന്റെ സ്വഭാവമായി കാണിച്ചത്. കാര്യം ഉറങ്ങിക്കിടന്ന 5 കുട്ടികളെ, നിർദോഷികളായ 5 കുട്ടികളാണ് ഇവൻ വധിച്ചത്. യുദ്ധത്തിൽ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്. വൃദ്ധരെ വധിക്കാൻ പാടില്ല, ആയുധമില്ലാത്തവരെ വധിക്കാൻ പാടില്ല, സ്ത്രീകളെ വധിക്കാൻ പാടില്ല, വെള്ളം മരുന്നും ആയുധങ്ങളും കൊണ്ടുവരെ വധിക്കാൻ പാടില്ല, ആയുധം ഇല്ലാതെ നിൽക്കുന്നവരെ വധിക്കാൻ പാടില്ല, സറണ്ടർ ആയവരെ വധിക്കാൻ പാടില്ല. അതിലെല്ലാത്തിലും വെച്ച് ഹീനമായതാണ് ആയുധമില്ലാത്ത ഉറങ്ങിക്കിടന്ന കുട്ടികളെ വധിച്ചത്. അപ്പൊ ഇത് മാത്രമല്ല, നീ ദ്രൗപദിക്ക് വാക്ക് കൊടുത്താണ് ഇവന്റെ തലയും കൊണ്ട് ശകൻ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ വധിക്കുക, കൃഷ്ണൻ പറയും. എന്നാൽ ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അർജുനന്റെ ഉള്ളിൽ അശ്വത്ഥവനെ വധിക്കാനുള്ള ആഗ്രഹം ഉണ്ടായില്ല. അർജുൻ അശ്വത്ഥവനെ ബന്ദിയാക്കുകയാണ് ചെയ്തത്, വഹിക്കാൻ തുനിഞ്ഞില്ല. അങ്ങനെ പിന്നെ ഭഗവാനും ഒന്നും പറഞ്ഞില്ല. അർജുൻ അശ്വത്ഥവനെ ബന്ദിയാക്കി ദ്രൗപദിയുടെ മുന്നിൽ കൊണ്ടുവന്നു. ദാ, ഇവനാണ് നിന്റെ മക്കളെ കൊന്നത്. അപ്പൊ അതുവരെ വിലപിച്ചുകൊണ്ടിരുന്ന ദ്രൗപദി
അശ്വത്ഥാമാവിനെ കണ്ടിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് ദ്രൗപദിയുടെ ഉള്ളിൽ കരുണയുണ്ടായി. അതായത് ക്രോധം പോയിട്ട് കരുണയുണ്ടായി. എന്നിട്ട് ദ്രൗപദി അർജുനോട് പറഞ്ഞു, അശ്വത്ഥാമാവിനെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാനായി ദ്രൗപദി പറഞ്ഞ കാരണങ്ങൾ എന്താണ്? ഇവനെ കാണുമ്പോൾ എനിക്ക് ദ്രോണാചാര്യയാണ് ഓർമ്മ വരുന്നത്. ദ്രോണാചാര്യൻ അങ്ങയുടെ ഗുരുവാണ്. അപ്പൊ ഗുരു ഇവിടെ ഇല്ലാത്തപ്പോൾ ഗുരുപുത്രനിലൂടെയാണ് ഗുരു ജീവിക്കുന്നത്. അപ്പൊ ഗുരുവിന് സമാനമായി ബഹുമാനം ഇവന് കൊടുക്കണം. ഗുരുവിന് എത്ര തെറ്റിയത് ഗുരുവിനെ വധിക്കാൻ ശിഷ്യൻ അർഹനല്ല. 2, ഇവൻ ബ്രാഹ്മണ പുത്രനാണ്. എന്ത് തെറ്റിയാലും ഒരു ബ്രാഹ്മണനെ വധിക്കാനുള്ള അധികാരം ആർക്കുമില്ല. 3, ഇവന്റെ മാതാവ് ആരാ? കൃപാചാര്യരുടെ സഹോദരിയാണ് ദ്രോണാചാര്യ വിവാഹം കഴിച്ചത്. കൃപി. മക്കൾ നഷ്ടപ്പെട്ട ദുഃഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖം കൃപി അനുഭവിക്കാൻ പാടില്ല. മാത്രമല്ല, എനിക്ക് ഇന്ന് 5 ഭർത്താക്കന്മാരുണ്ട്. അവൾക്ക് ഭർത്താവുമില്ല. ഏക ആശ്രയം ഇവനാണ്. ഇവനെയും കൂടെ വധിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖം കൂടെ ആ സ്ത്രീക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അശ്വത്ഥാമാവിനെ വിടുക. അപ്പൊ ഇത് നേരത്തെ വായിച്ച സമയത്ത് എന്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നത്, കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷമാണ് അർജുനൻ അശ്വത്ഥാമാവിനെ ബന്ദിയാക്കുന്നത്. അവിടെ വെച്ച് ബന്ദിയാക്കി കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്തോ വധിക്കാൻ. ഭഗവാൻ ആരാണ്? സാക്ഷാൽ പരംപുരുഷോത്തമൻ. ഭഗവാനാണ് പരംപുരുഷോത്തമൻ അർജുനനെ കാണിച്ചു കൊടുത്തു, ഗീതോപദേശം കൊടുത്തു. ഗീതോപദേശത്തിന്റെ ഇടയ്ക്ക് തന്നെ ഭഗവാന്റെ ദിവ്യ രൂപങ്ങള് കാണിച്ചു കൊടുത്തു. വിരാട രൂപം കാണിച്ചു കൊടുത്തു. 11-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം. അപ്പൊ സാക്ഷാൽ ഭഗവാൻ വധിക്കാൻ പറയുമ്പോ അർജുൻ വധിക്കാൻ എന്താ കാരണം? ഭഗവാന്റെ ഉള്ളിൽ അശ്വത്ഥാമാവിനെ വധിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. ആക്ച്വലി അർജുനെ പരീക്ഷിക്കുകയായിരുന്നു ഭഗവാൻ. ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക് മനസ്സിലാകും ഭഗവാന്റെ ആഗ്രഹം എന്താണെന്ന്. അവരതനുസരിച്ചാണ് പെരുമാറുന്നത്. അർജുൻ അറിയാമായിരുന്നു അശ്വത്ഥാമാവിനെ വധിക്കാൻ കൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല, ഇത് തന്നെ പരീക്ഷിക്കണം. അതുകൊണ്ടാണ് മിണ്ടാതെ ബന്ദിയാക്കി കൊണ്ടുവന്നത്. ഇവിടെ ദ്രൗപദിയുടെ ഉള്ളിൽ എന്തായിരുന്നു? കരുണ വന്നു. അതെന്തുകൊണ്ടാണ്? കൃഷ്ണ ഭക്തരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ഗുണമായിരിക്കണം കരുണ, സഹജീവികളുടെ കരുണ. ഞാനിവിടെ എൻ്റെ കോൺസിംഗിലുള്ള അല്ലെങ്കിൽ എന്നെക്കാട്ടി ജൂനിയറായിട്ടുള്ള ഭക്തരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഭക്തര് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്താൽ, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത പ്രവൃത്തി ചെയ്താൽ, നിങ്ങളുടെ ഉള്ളിൽ ക്രോധമുണ്ടാക്കുന്ന പെരുമാറ്റം ഉണ്ടായാൽ, അന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ദർശനാർത്ഥി സമയത്ത് ഭഗവാനോടും രാധാറാണിയോടും നിത്യാനന്ദപ്രഭുവിനോടും ആ ഡിവോട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടുത്തെ കൃപ അവരുടെ മേൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ അവരോടുള്ള ആ ക്രോധം അലിഞ്ഞില്ലാതെ വരും. അപ്പൊ ഒരു വൈഷ്ണവന്റെ അല്ലെങ്കിൽ വൈഷ്ണവയുടെ മുഖ്യ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയായിരിക്കണം. സഹജീവികളുടെ കരുണ, നമ്മളോട് ദോഷം ചെയ്യുന്നവരോടുള്ള കരുണ. അതാണ് ഇവിടെ ദ്രൗപദി കാണിച്ചത്. അതുകൊണ്ടാണ് ക്രോധവതിയായിരുന്ന ദ്രൗപദിയുടെ മനസ്സ് അലിഞ്ഞത്. ഇല്ലേ പറയാമായിരുന്നു കൊല്ലാൻ. ഈ സമയത്ത് ഭീമനും ഇത്ര വലിയ ക്ഷീണകൃത്യം ചെയ്ത അശ്വത്ഥാമാവിനെ വധിക്കാൻ അർജുനെ പ്രേരിപ്പിച്ചു. യുധിഷ്ഠിരനും നകുലനും സഹദേവനും പറഞ്ഞു വേണ്ട, വധിക്കേണ്ട. ദ്രൗപദി പറഞ്ഞാണ് ശരി. ദ്രൗപദി ഇപ്പൊ അതുപോലെ അവനെ വെറുതെ വിട്ടേക്കാം. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരാൾ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ കുറെ ശ്ലോകങ്ങളുണ്ട്, ഞാൻ ഇങ്ങനെ കഥയായിട്ട് പറയുന്നത്. കൃഷ്ണൻ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കാൻ ഇവിടെയൊക്കെ അഭിപ്രായം. അപ്പൊ കൃഷ്ണന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് അർജുനൻ ഭഗവാനോട് ഒന്നുകൂടെ നോക്കിയപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അർജുനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അർജുനന് മനസ്സിലായി. ദ്രൗപദി പറഞ്ഞു വധിക്കണ്ട, ഭീമൻ പറഞ്ഞു വധിക്കാൻ, അർജുനന് വധിക്കണ്ട, കൃഷ്ണൻ പറഞ്ഞു വധിക്കാൻ. ഇവരെല്ലാം കൂടെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വഴി ഭഗവാൻ അർജുന്റെ ആ നോട്ടത്തിൽ നിന്ന് അർജുനന് മനസ്സിലായി. അതാണ് ഭക്തന്റെ ഗുണം, ശുദ്ധഭക്തന്റെ ഗുണം. എന്താണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതെന്ന് അവർക്ക് ഒട്ടനെ മനസ്സിലാവും. അശ്വത്ഥാമന്റെ തലയിൽ അലങ്കരിക്കാൻ വേണ്ടി ഒരു മുത്ത് വെച്ചിരുന്നു. ആ മുത്ത് തന്റെ വാളുകൊണ്ട് അർജുനൻ അറുത്തെടുത്ത് മുടിയും മുറിച്ചിട്ട് പറഞ്ഞ് നീ പൊയ്ക്കോളാൻ.
ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വിലപ്പെട്ടെന്ന് പറഞ്ഞാൽ അവന്റെ ജീവനല്ല, അഭിമാനമാണ്. അഭിമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മരണത്തിന് തുല്യമാണ്, വധിക്കപ്പെട്ടതിന് തുല്യമാണ് അഭിമാനം പോയി കഴിഞ്ഞാൽ. അതായത് യുദ്ധത്തിൽ ഒരു ക്ഷത്രിയൻ പരാജയപ്പെട്ടു, അപ്പൊ വിജയിച്ച ആള് പറയാണ്, നീ പോയിക്കോടാ, നിന്നെ ഞാൻ വെറുതെ വിട്ടു, നീ പോയിക്കെന്ന് പറഞ്ഞാൽ ഇല്ല, നീ എന്നെ കൊന്നേക്കാൻ പറയും, എനിക്ക് തിരിച്ചു പോകണ്ട ഈ ജീവൻ കൊണ്ടെന്ന്. പുരാണത്തിൽ ഏതോ ഒരു പുരാണത്തിൽ കഥയുണ്ട്, ഭാഗവത്തിലാണോ എനിക്ക് ഓർമ്മയില്ല, വായിച്ചതാണത്, ഭാഗവത്തിലായിരിക്കണം, നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കാണും ഭാഗവത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുരാണത്തിലായിരിക്കും. ഒരു രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ട് തിരിച്ചു വന്ന് കൊട്ടാരവാദികൾ വന്നപ്പം അതിനു മുമ്പ് വാർത്ത ഇവിടെ വരും കൊട്ടാരത്തിൽ, അതിന് മെസ്സഞ്ചേഴ്സ് ഉണ്ട്, അവർ കുതിരപ്പുറത്ത് കൊണ്ട് പറഞ്ഞു രാജാവ് പരാജയപ്പെട്ടു, അതിന് മുറിവേറ്റ് വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ റാണി പറഞ്ഞ എന്താ അറിയാം ഭടന്മാരോട്, കൊട്ടാരത്തിന്റെ വാതിൽ അടച്ചേക്കാൻ. ദ്വാരപാലകന്മാരോട് പറഞ്ഞു, കൊട്ടാരത്തിലുള്ള നഗരത്തിലൊക്കെ ദ്വാരടച്ച് ആ ഭീരുവിന് ഇവിടെ പ്രവേശനമില്ല, തോറ്റിട്ട് യുദ്ധത്തിൽ തൊട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം അവിടെ മരിക്കണമായിരുന്നു. ക്ഷത്രിയ സ്ത്രീകൾ അങ്ങനെയായിരുന്നെങ്കിൽ ക്ഷത്രിയ പുരുഷന്മാർ എങ്ങനെയായിരിക്കും? അങ്ങനെയുള്ള അശ്വത്ഥമാവിനെയാണ്, അശ്വത്ഥമാവ് ക്ഷത്രിയല്ല ബ്രാഹ്മണനാണ്, പക്ഷെ ഉള്ളിലുള്ള ക്ഷത്രിയ ഗുണമാണ്. യുദ്ധം ചെയ്യുന്ന ബ്രാഹ്മണന്റെ ഇതല്ലല്ലോ, ക്ഷത്രിയന്റെയാണ്. അപ്പൊ ക്ഷത്രിയ ഗുണമാണ് പരശുരാമൻ, ബ്രാഹ്മണന് പക്ഷെ ക്ഷത്രിയ ഗുണമാണ്. ഇവിടെ ക്ഷത്രിയ ഗുണമുള്ള അശ്വത്ഥമാവിന് സഹിക്കാൻ പറ്റാത്ത വിധമുള്ള അപമാനം, അത് മരണ തുല്യമുള്ള അപമാനം. അതായത് നമ്മൾ പറയുന്നത് വധിക്കാതെ അതിനേക്കാൾ വലിയ ശിക്ഷ അശ്വത്ഥാമനെ അയച്ചതിന് ശേഷം പാണ്ഡവരും ബന്ധുക്കളും മിത്രാദികളും എല്ലാം കൂടി കൊല്ലപ്പെട്ട കുട്ടികൾക്ക് വേണ്ട അന്തിം കർമ്മങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ 7ാമത്തെ അധ്യായം തീരുന്നതാണ്. 8ാമത്തെ അധ്യായം നമ്മൾ കാണുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരുപാട് എല്ലാവരുടെയും ബന്ധുക്കൾ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ കൗരവരുടെ മരിച്ചതും പിന്നെ ഈ പാണ്ഡവരുടെ ബന്ധുക്കളാണല്ലോ. ഭീഷ്മപിതാവ് മരിച്ചിട്ടില്ലെങ്കിലും ബന്ധുവാണ്, ബാക്കി മരിച്ചവരൊക്കെ ബന്ധുക്കളാണ്. അപ്പൊ അവർക്ക് വേണ്ട അന്തിം കൃതികളിൽ ദലതർപ്പണങ്ങളെല്ലാം ഗംഗാതീരത്ത് പെട്ട് വലിയ ഋഷിമാരൊക്കെ വന്നിട്ട് അവർക്ക് വേണ്ട തർപ്പണങ്ങളും ഇതൊക്കെ ചെയ്യുന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ ബന്ധുമിത്രാദികളെല്ലാം വിലാപമാണ്. അത് കൗരവരും ഉണ്ട് പാണ്ഡവരും ഉണ്ട്, നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഭഗവാനും മുനിശ്രേഷ്ഠന്മാരും പോയിട്ട് അവരെ ആശ്വസിപ്പിക്കാനാണ് നമ്മൾ കാണുന്നത്. ഇത് വിധിയുടെ ഇതാണ്, പരംപുരുഷത്വം നാരായണന്റെ, കൃഷ്ണൻ പറയത്തില്ല ഞാനാണ് ഭഗവാൻ എന്നും പറയത്തില്ല അവിടെ, നാരായണന്റെ ഇഷ്ടമാണ്, വിധിയാണ്, പ്രകൃതിയുടെ നിയമമാണ്, നിങ്ങൾ ദുഃഖിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവരെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്രകാരം കുരുക്ഷേത്ര യുദ്ധം എല്ലാം കഴിഞ്ഞു, പാണ്ഡവർ വിജയികളായി, അവർക്ക് അർഹതപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടി, ദൂഷന്മാരെ മഹാരാജനെ സിംഹാസനസ്ഥനാക്കി. അങ്ങനെ ഭഗവാന്റെ പ്രേരണയായാല് യുധിഷ്ഠിരന്മാരെ 3 അശ്വമേധ യാഗം. ഇവിടെ അടിവരയിട്ട് വരേണ്ട കാര്യം ഭഗവാന്റെ പ്രേരണയാൽ. കാരണം ഈ അശ്വമേധ എന്ന യാഗം നടത്താനുള്ള താല്പര്യം യുധിഷ്ഠിര മഹാരാജയ്ക്ക് ഇല്ലായിരുന്നു. ഭഗവാൻ ഇത് ആരുടെങ്കിലും ഓഡിയോ അൺമ്യൂട്ട് ആണെന്ന് മ്യൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഭഗവാന്റെ പ്രേരണ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിൽ മരിച്ച ഒരുപാട് ആൾക്കാരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട്, അവര് രാജാക്കന്മാരാണ്. അവരുടെ ഉള്ളിലുള്ള പക ഞാൻ പോയതിനു ശേഷം പാണ്ഡവരുടെ മേലിൽ വരാൻ പാടില്ല. അശ്വമേധ യാഗത്തില് അശ്വമേധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുതിരയെ ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ മാത്രമേ ശത്രുക്കളുള്ളൂ, ഇല്ലെങ്കിൽ ശത്രുക്കളില്ല. അത് തെളിയിക്കാൻ വേണ്ടി ഭഗവാൻ ഈ യാഗം നടത്തിയത്. അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഒരുവിധം ശാന്തമായപ്പോൾ ഭഗവാൻ തിരിച്ച് ഹസ്തിനാപുരത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഇപ്രകാരം ദ്വാരയിലേക്കിട്ട് പോകാനായിട്ട് അദ്ദേഹം ഹസ്തിനാപുരത്ത് രാജകൊട്ടാരത്തിന് വെളിയിൽ വന്നു. തന്റെ രഥത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഹസ്തിനാപുരത്തിലുള്ളവർ മൊത്തം, പാണ്ഡവർ മാത്രമല്ല, ബന്ധുമിത്രാദികൾ മാത്രമല്ല, സാധാരണ ജനങ്ങളും എല്ലാം അവിടെ തരിച്ചുകൂടി. ഭഗവാന്റെ വേർപാടിനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ദുഃഖം അണപ്പൊട്ടി ഒഴുകുകയായിരുന്നു. ഭാഗവത്തിൽ പറയുന്നത് ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾക്ക് കരയാൻ ഭയം, കാരണം ആരെങ്കിലും കരഞ്ഞുകൊണ്ട് യാത്ര അയക്കുന്ന അശുഭമാണ്. പക്ഷെ അവർക്ക് അവരുടെ കണ്ണുനീരിനെ അടക്കി നിർത്താൻ പറ്റില്ല. ഇത്രയും ദിവസം ഭഗവാൻ ഉണ്ടായിരുന്നു ഇവിടെ നമ്മളോടൊപ്പം, ഭഗവാൻ പോവുകയാണ്. ആ വേർപാട് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ സമയത്ത് അഭിമന്യുവിന്റെ ഭാര്യ ഉത്തര വിലപിച്ചുകൊണ്ട് ഭഗവാന്റെ രഥത്തിലേക്ക് ഓടി വരികയാണ്. ഉത്തര പറഞ്ഞത്, ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് എന്റെ നേരെ പാഞ്ഞു വരുന്നു, ദയവായി എന്നെ രക്ഷപ്പെടുത്തിയാലും. ഇപ്രകാരം വളരെ വളരെ വലിയ ഭയത്തോടും ഉത്കണ്ഠയോടും ഉത്തര ഭഗവാനെ അഭയം പ്രാപിച്ചു. അത് 9ാമത്തെ ശ്ലോകത്തിലാണ് തുടങ്ങുന്നത്. ഉത്തര തുടങ്ങുന്നത്, പാഹി പാഹി
മഹായോഗിൻ ദേവേ ദേവ ജഗത്പദേ ന അന്യം ത്വത അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഭാഗി ഭാഗി മഹായോഗിൻ, മഹായോഗി ദേവന്മാരുടെ ദേവൻ, രക്ഷിക്കുക, ജഗത്തിന്റെ നാഥനെ എന്നെ രക്ഷിക്കണം. പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. പാഹിമാം, പാഹിമാം നമ്മൾ കേട്ടില്ല, എന്നെ രക്ഷിക്കുക, എന്നെ രക്ഷിക്കുക. ഈ പരസ്പരം മരണഭയം നിറഞ്ഞ ഭൗതിക ലോകത്തിൽ അങ്ങേക്കാൾ അഭയം നൽകാൻ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ഭഗവാന് മനസ്സിലായി, പാണ്ഡവർ ദാനമായി കൊടുത്ത ജീവനും കൊണ്ട് പോയിട്ടും അശ്വത്ഥമാവ് നന്നായിട്ടില്ല. ദാനമായിട്ട് കൊടുത്ത ജീവനായിരുന്നു, അവിടെ വെച്ച് വധിക്കാമായിരുന്നു. അശ്വത്ഥമാവ് വീണ്ടും ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കുകയാണ്. ഈ പ്രാവശ്യം പാണ്ഡവരെ വധിക്കാനല്ല, ഉത്തരയുടെ ഗർഭത്തിലുള്ള ശിശുവിന്, അതായത് ഈ 5 കുട്ടികളെ, പാണ്ഡവരെ വധിക്കാൻ ശ്രമിക്കാതെ ഈ 5 കുട്ടികളെ വധിച്ചെന്തിനാണ്? പാണ്ഡവരുടെ വംശം നശിക്കണം. അപ്പോഴാണ് അശ്വത്ഥാമന് മനസ്സിലായത്, ഉത്തരയുടെ ഗർഭത്തിൽ ഒരു ശിശുവുണ്ട്, അതായിരിക്കും അടുത്ത ഉത്തരാധികാരി, അതിനെ വധിക്കണോ. ഇവിടെ നോക്കുക, അശ്വത്ഥാമന്റെ ഹീനത നമ്മൾ മനസ്സിലാക്കണം. ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയപ്പോൾ ഭാര്യ കയാതു ഗർഭിണിയായിരുന്നു. അപ്പൊ മറ്റു ദേവീദേവന്മാർക്ക് ഒരു ടെൻഷൻ വന്നു, ഇവൻ ഇത്ര ഭയങ്കരമാണ്, ഇവന്റെ ഈ ഭാര്യയുടെ ഗർഭത്തിൽ ഇവന്റെ കുട്ടി എത്ര വലിയ രാക്ഷസനായിരിക്കും, നമുക്കതുകൊണ്ട് ആ കുട്ടിയെ വധിക്കണം. പക്ഷെ കയാതുവിനെ വധിക്കാനോ ഗയാതുവിന്റെ ഗർഭം അലസിപ്പിക്കാനോ അവർക്ക് തോന്നിയില്ല. അവര് കയാതുവിനെ പിടിച്ചുകൊണ്ടുപോയി പ്രസവം വരെ കാത്തിരിക്കാനായിരുന്നു ശ്രമിച്ചത്. നാരദ മുനി ഇടപെട്ട് അതില്ലാതാക്കി. തന്റെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുന്നുള്ള അശരീരി കേട്ടപ്പോഴും കംസൻ വേണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് ദേവകിയുടെ ഗർഭം അലസിപ്പിക്കാമായിരുന്നു. പക്ഷെ പ്രസവിക്കുന്നിടം വരെ കാത്തിരിക്കുകയായിരുന്നു കംസൻ. എന്നാൽ ഇവിടെ ഉത്തരയുടെ ഗർഭത്തെ തന്നെ ഇല്ലാതാക്കാനാണ് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കുന്നത്. എത്ര ഹീനമായ പ്രവൃത്തിയാണെന്ന് ആലോചിച്ചു നോക്കുക. അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഹീനപ്രവൃത്തി. എന്തിനാ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാല്, ഈ യുദ്ധത്തിലുള്ള ഈ അശ്വത്ഥാമാവ്, കർണന്, ദുര്യോധനൻ, ഇവരുടെയൊക്കെ മനസ്ഥിതി ഇത്ര ഹീനമായിരുന്നത് കൊണ്ടാണ് ഇവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഭഗവാൻ വധിക്കേണ്ടി വന്നത്. ഉത്തര എന്താണ് പ്രാർത്ഥിക്കുന്നത്? തന്റെ ജീവൻ രക്ഷിക്കണമെന്നല്ല ഉത്തര. ഹേ സർവശക്തനായ പ്രഭു, ജ്വലിക്കുന്ന ഇരുമ്പ് അമ്പ് അതിവേഗം എന്റെ നേരെ പാഞ്ഞു വരുന്നു. നാഥ, ഈ വാക്കൊന്ന് അടിവരയിട്ട് വെക്കണം, നാഥ എന്നുള്ളത്. നാഥ, അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അത് എന്നെ സ്നേഹിപ്പിച്ചോട്ടെ, എന്നെ ഇല്ലാതാക്കും, എനിക്ക് വിഷമമില്ല. പക്ഷെ ദയവായി എന്റെ ഗർഭസ്ഥ ശിശുവിന് യാതൊരു ദോഷവും വരുത്തരുതേ, എന്റെ ഗർഭം നശിച്ചു പോകരുതേ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഉത്തര പറഞ്ഞത്? ഉത്തരയ്ക്കറിയാം, ഇത് ഈ സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശിയാണ്. ഈ അവകാശം ഇല്ലെങ്കിൽ ഈ സാമ്രാജ്യം അനാഥം നിന്ന് പോകും. അതായത് ഈ ഭാഗവത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച് എന്നെ ടച്ച് ചെയ്ത പ്രാർത്ഥനയാണ് ഉത്തരയുടെ പ്രാർത്ഥന. ആ നാഥ എന്നുള്ള വാക്ക് അണ്ടർലൈൻ പറഞ്ഞ അതുകൊണ്ടാണ്. അതായത് ഈ സമയത്ത് ഒരു ദിവ്യപ്രകാശം തങ്ങൾ നേരെ വരുന്നത് മനസ്സിലാക്കിയ പാണ്ഡവർ 5 പേരും അവരുടേതായ ആയുധങ്ങൾ എടുത്ത് നിൽക്കുകയാണ് അതിനെ തടുക്കാൻ. ഉത്തര ഭഗവാന്റെ നേരെ വരുമ്പോൾ ഉത്തരം കാണുന്നുണ്ട്, അർജുനൻ ഗാന്ധീപം കൊണ്ട് നിൽക്കുന്നു, ഭീമൻ തന്റെ ഗതിയും കൊണ്ട് നിൽക്കുന്നു, ബാക്കിയുള്ളവരിൽ അവരവരുടെ ആയുധം കൊണ്ട് നിൽക്കുന്നു. നോക്കിയില്ല ആരടുക്കലും, നേരെ പോയത് അടുക്കല ഭഗവാന്റെ അടുക്കൽ. അപ്പൊ നിങ്ങൾക്ക് തോന്നും, അതിൽ ഇത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്താ ഉള്ളത്, അസാധാരണമായിട്ട് എന്താണുള്ളത്? ഉണ്ട്. നമുക്കൊക്കെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, ഉത്തരയുടെ ജീവിതത്തിൽ, ഉത്തരയുടെ പ്രാർത്ഥനയിൽ നിന്ന്. എന്താണത്? നമുക്ക് യുദ്ധം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെയാണ്. യുദ്ധം പരിപൂർണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇപ്പോഴും യുദ്ധം നടക്കണം. പരീക്ഷിത്ത് മഹാരാജ് അശ്വത്ഥമാവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു, ദുര്യോധനൻ മരിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 4-5 ദിവസം മുമ്പ് തന്റെ വെറും 16 വയസ്സുള്ള ഭർത്താവിനെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയത് കുരുക്ഷേത്രത്തിൽ ഭൂമി. അപ്പം ഇവിടെ തന്റെ 16 വയസ്സുള്ള ഭർത്താവിനെ, അഭിമന്യുവിനെ വധിക്കുമ്പം 16 വയസ്സേ അഭിമന്യു ഉണ്ടെങ്കിൽ ഈ ഉത്തരയ്ക്ക് അന്ന് എത്ര വയസ്സ് കാണും? 14-15 വയസ്സുള്ള കുട്ടി. നമ്മൾ കുട്ടികളെന്നെ പറയത്തുള്ളൂ. 14-15 വയസ്സുള്ള പൂർണ്ണ ഗർഭിണി. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അഭിമന്യു ഉത്തരയുടെ ഭർത്താവ് മാത്രമല്ല, ഭഗവാന്റെ സഹോദരി പുത്രനും കൂടിയാണ്. ഭഗവാൻ വിചാരിച്ചറിഞ്ഞ അഭിമന്യുവിനെ രക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. രക്ഷിക്കാൻ പറ്റത്തിന് വേറെ കാരണങ്ങളുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. ഞാൻ ഉത്തരയുടെ സ്ഥലത്ത് നമ്മളായിരുന്നെങ്കിലോ കൃഷ്ണനെ കുറ്റപ്പെടുത്തിയാണ്.
എന്റെ കുട്ടിയെ രക്ഷിക്കാത്ത, എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റാത്ത ഈ ഭഗവാൻ എന്റെ കുട്ടിയെ രക്ഷിക്കുന്നത് എന്താണ് ഉറപ്പ്? അർജുന്റെ ഭീമിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞതിനെ രക്ഷിക്കാൻ. പക്ഷെ ഇവിടെ നാഥ എന്നാ വിളിച്ച. നാഥ എന്ന് പറഞ്ഞാൽ അനാഥന്റെ ഓപ്പോസിറ്റ് ആണ്. അനാഥൻ എന്ന് പറഞ്ഞാൽ നാഥൻ ഇല്ലാത്തവൻ. എന്റെ നാഥൻ ഇപ്പോഴും അങ്ങാണ്. എനിക്ക് എന്റെ ഭർത്താവ് ഇല്ലാതായി, എങ്കിലും എന്റെ നാഥൻ അങ്ങാണ്. എന്താണ് നമ്മൾ പേടിക്കേണ്ടത്? ജീവിതത്തിൽ ഏതൊരു സാഹചര്യം വന്നാലും, ഏതൊരു വിഷമഘട്ടങ്ങൾ വന്നാലും, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മുടെ നാഥൻ കൃഷ്ണനാണ്. വേറെ ആരെയും അഭയം പ്രാപിക്കേണ്ട ആവശ്യമില്ല. ഒരു മന്ത്രവാദി അടുക്കലും ഒരു പൂജാരി അടുക്കലും പോകേണ്ട, ഒന്നും ജപിച്ച് കെട്ടേണ്ട ആവശ്യമില്ല. ജപിച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഖണ്ഡത്തിൽ, ഈ നാവിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ജപിച്ച് കെട്ടുക. അതിനേക്കാൾ ശക്തിയുള്ള, അതിനേക്കാൾ നമുക്ക് രക്ഷ വരുന്ന യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. പ്രശ്നങ്ങൾ എത്ര വലുതായാലും ശരി, നമ്മുടെ നാഥൻ അതിനേക്കാൾ വലുതാണ്. പ്രോബ്ലം എന്തു ആയിക്കോട്ടെ, മനസ്സിലൊരു പ്രതിജ്ഞ വേണം, ഒരു വിശ്വാസം വേണം. രക്ഷപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ നാഥൻ അതിശക്തനാണ്. ആ ശക്തിയെ മറികടക്കാൻ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇത്രയൊക്കെ ആയിട്ടും ഉത്തര വീണ്ടും അഭയം പ്രാപിച്ചത് ഭഗവാനെയാണ്. അതാണ് ഉത്തരം നമ്മൾ പഠിക്കേണ്ടത്. നമുക്കൊരു ജീവിതത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വരിക, അയ്യോ കൃഷ്ണ എനിക്ക് കൃഷ്ണൻ 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 എന്നിട്ട് കരയും. ഇതിനെക്കാട്ടി വലിയ 14-15 വയസ്സുള്ള അതായത് നിറഗർഭിണിയായ ആ പെൺകുട്ടി വിധവയായിട്ടും ചെന്ന് കാല് പിടിച്ചത് ആരുടെയാണ്? കൃഷ്ണന്റെയാണ്. തന്നെ അഭയം പ്രാപിച്ചവരാരെ ഒരിക്കലും ഉപേക്ഷിച്ച് ചരിത്രമില്ലാത്ത ഭഗവാൻ പുത്രയുടെ ഗർഭത്തെ രക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്കുഷ്ടമാത്രം അമലം സുരത്പുരുട മൗലിനം അതീവ ദർശനം ശ്യാമം തടിദ്വാസനം അച്യുത. ആക്ച്വലി ഇത് 12ാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. ഞാൻ ആ ശ്ലോകം എടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തതാണ്. 12ാം അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകമാണ്. പരീക്ഷിത് മഹാരാജുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ഥലമാണ്. നമുക്ക് അന്നേരം അത് കൂടുതൽ പറയാം. എന്റെ അർത്ഥം മാത്രം ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നുള്ളൂ. അന്നേരം നമുക്ക് കൂടുതൽ ചെയ്യാം. അങ്കുഷ്ടം മാത്രം, അങ്കുഷ്ടം പറഞ്ഞാൽ ഈ തള്ളവിരൽ. പുത്രയുടെ ഗർഭത്തിനുള്ളിൽ തള്ളവിരലിന്റെ വലിപ്പം മാത്രമല്ല, നിറമിതമായ ദിവ്യ രൂപത്തിൽ ഭഗവാൻ അച്യുതൻ പ്രത്യക്ഷമായി. അദ്ദേഹത്തിന്റെ ശ്യാമവർണ്ണമായ മനോഹര ദേഹം അത്യന്തം ആകർഷകമായിരുന്നു. മിന്നൽ പോലെ കാണുന്ന പിഴുത വസ്ത്രം ധരിച്ചവനും സ്വർണ്ണങ്ങളുള്ള ദീപ്തമായ കിരീടം ചേർത്ത് അണിഞ്ഞിരുന്നതുമായിരുന്നു. ഒപ്പം തന്നെ ഭഗവാന്റെ ഒരു കൈയിൽ ഗദയും ഒരു കൈയിൽ സുദർശന ചക്രം ഉണ്ടായിരുന്നു. അതും കയ്യിലേറ്റിട്ട് ഭഗവാൻ ആ ഗർഭസ്ഥ ശിശുവിന്റെ ചുറ്റും ഇങ്ങനെ വലയം ചെയ്ത് നടക്കുകയായിരുന്നു. വരട്ടെ ബ്രഹ്മാസ്ത്രം. അപ്പം അതായത് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്ത, തടുക്കാൻ സാധിക്കാത്ത ബ്രഹ്മാസ്ത്രത്തെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഭഗവാൻ നിർവീര്യമാക്കി ആ ഭ്രൂണത്തെ സംരക്ഷിച്ചു. അതാണ് ഭഗവാന്റെ ഭക്തവത്സലത. ഇവിടെ വേണമെങ്കിൽ ഭഗവാൻ അർജുനോട് പറയായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രഹ്മാസ്ത്രത്തെ നീ നിർവീര്യമാക്കാൻ. പറ്റത്തില്ല, പറ്റുമായിരുന്നു. പക്ഷെ അഭയം പ്രാപിച്ച തന്നെയാണ്. അഭയം പ്രാപിച്ചത് ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. ഭഗവാൻ നേരിട്ട് രക്ഷിച്ചിരിക്കും. അതുകൊണ്ടല്ലേ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത് തന്നെ. തന്റെ ഭക്തർ വേറെ ആരിലും ഭഗവാൻ ആ തൃപ്തി കിട്ടത്തില്ല. ആ തൃപ്തി കിട്ടാതെ വരുമ്പോഴാണ് ഭഗവാൻ സ്വയം വരുന്നത് തന്റെ ഭക്തരെ രക്ഷിക്കാൻ. ഇത്രയും ഭക്തി വത്സലത വേറൊരു ഈശ്വര സങ്കല്പത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതെല്ലാം കഴിഞ്ഞു. ആ ഭ്രൂണത്തെ സംരക്ഷിച്ചു. അതിനുശേഷം സ്വന്തം ഭവനത്തിലേക്ക് പോകാനായിട്ട് വീണ്ടും ഭഗവാൻ രഥത്തിൽ കയറി. ഈ സമയത്ത് കുന്തി മഹാറാണി സമർപ്പിക്കുന്ന അതിസുന്ദരമായ ശ്രീമദ് ഭാഗവത്തിലെ ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് 8ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം പോയി തുടങ്ങുന്നത്. വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. നമുക്ക് വിശദമായിട്ട് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. കോടി കോടി പ്രണാമം. വളരെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മള് പ്രഭു പറഞ്ഞ പോലെ പല സ്ഥലത്തും നമ്മൾ അന്വേഷിച്ചു പോകും. പക്ഷെ ഭഗവാനിൽ ശ്രദ്ധിക്കുക, ഭഗവാനിൽ വിശ്വസിക്കുക എന്നുള്ളതിന്റെ ആ ഒരു
പൊരുള് പറഞ്ഞു തന്നതിന് വളരെ വളരെ നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. അതാണ് മാതാജി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, സർവധർമാൻ പരിത്യേജ മാം ഏക ശരണം വ്രജ. മാം ഏകം എന്നുള്ള വാക്ക് മറക്കരുത്. എന്നെ മാത്രം ശരണം, അഹം ഞാൻ ത്വാം നിന്റെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കിക്കോളാം, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അങ്ങനെ ആരെല്ലാം ശരണം പ്രാപിച്ചിട്ടില്ല അവരെല്ലാം ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്, ആരെയും ഉപേക്ഷിച്ചിട്ടില്ല, ഉപേക്ഷിക്കില്ല, ഭഗവാൻ കഴിയില്ലത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ പ്രശ്നം വരുമ്പോഴും ആദ്യം നമ്മൾ സ്മരിക്കേണ്ടത് രാധാ മദൻ ഗോപാൽ, രാധാ രമൺ, രാധാ ഗോവിന്ദ്. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. നിത്യ ജീവിതത്തില് നമ്മള് ഭഗവാനെ തന്നെ ആശ്രയിക്കണം എന്നുള്ള വീണ്ടും ഊട്ടി ഉറപ്പിക്കേണ്ട അതാണ് പ്രഭു പറഞ്ഞു തന്നെ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. എനിക്ക് ഒരു കാര്യം അറിയാമോ പ്രഭു? ഭക്തനോട് ഭഗവാനോടുള്ള ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഏതാണ്? മഴ വന്നപ്പോ എനിക്ക് അത് കേൾക്കാൻ പറ്റില്ല. അർജുനന്റെ പ്രാർത്ഥന, അർജുനന്റെ സോറി അർജുനന്റെ പ്രാർത്ഥന അല്ലെ? അർജുനന്റെ പ്രാർത്ഥന അത് 7-ാം അധ്യായത്തിലാണോ പ്രഭു? 7-ാമത്തെ അധ്യായത്തിലല്ല, 7-ാമത്തെ അധ്യായത്തിൽ. 8-ാമത്തെ അധ്യായം തുടങ്ങിയതാണ്. 8-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായം തീർന്നത് എവിടെയാ? 7-ാമത്തെ അധ്യായം തീർന്നത് അവരാ പിന്നെ പരീക്ഷത്തിനെ കുറിച്ച് പറയുന്നത് അല്ലെ? ആ 7-ാമത്തെ അധ്യായത്തിൽ, അതായത് പിന്നെ 7-ാമത്തെ അധ്യായത്തില് ഞാൻ പറയാം. 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് പിന്നെ ഈ സമയത്താണ് പാണ്ഡവരുടെ ഗ്യാപ്പിൽ തന്നെ നമുക്ക്, അതായത് 7-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ചർച്ച കൊണ്ടിരുന്ന അർജുനൻ പോകുന്നതും എല്ലാം കൂടെ. അർജുനൻ ഭഗവാനും കൂടെ പോകുന്നത്, അതായത് ചേസ് ചെയ്തിട്ട് അശ്വത്ഥാമനെ ചേസ് ചെയ്തിട്ട് പോകുന്നത് 7-ാമത്തെ അധ്യായത്തിലാണ്. അപ്പൊ ഇവിടെ പിന്നെ അശ്വത്ഥാമ അർജുനന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പം അർജുനൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഈ 7-ാം അധ്യായത്തിൽ തന്നെയാണ് അത് അല്ലെ? ആ അതായത് 7-ാമത്തെ അധ്യായം 22-ാമത്തെ ശ്ലോകമാണ് കൃഷ്ണ കൃഷ്ണ ഭക്താനോ ഭയങ്കര എന്നുള്ള ശ്ലോകം വന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ പ്രാർത്ഥന. 4 ഭാഗത്തുനിന്നും വരുന്ന പിന്നെ തേജോമയം കണ്ടിട്ട് അർജുൻ കൺഫ്യൂസ് ആയി പ്രാർത്ഥിക്കുന്ന ശ്ലോകങ്ങൾ, അത് ആദ്യത്തെ പ്രാർത്ഥന. അത് കഴിഞ്ഞുള്ളതാണ് ഉത്തരയുടെ പ്രാർത്ഥന. അത് കഴിഞ്ഞാണ് കുന്തിമാരാന്റെ പ്രാർത്ഥന. പിന്നെ അങ്ങോട്ട് പ്രാർത്ഥനകളാണ്. പിന്നെ ഭീഷ്മപിതാവിന്റെ പ്രാർത്ഥന വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന അർജുനന്റെയാണ്. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം. ഹരിബോൾ. പ്രഭു, നമ്മുടെ ഈ കുരുക്ഷേത്ര യുദ്ധം കഴിയുന്നതിന് മുമ്പാണ് ഈ 5 കുട്ടികളെ ഇദ്ദേഹം വധിക്കുന്നത് അല്ലെ, അശ്വത്ഥമാവ്? അല്ല, യുദ്ധം എല്ലാം കഴിഞ്ഞു. പക്ഷെ ഭാഗവത്തിൽ ആദ്യം വന്നത് അതാണ്. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഈ യുദ്ധം കഴിഞ്ഞ ദുര്യോധന അശ്വത്ഥാമ കുട്ടികളെയും കൊണ്ട് ചെല്ലുന്നത് യുദ്ധത്തിന്റെ ഇടയ്ക്കല്ലേ? അല്ലല്ല, യുദ്ധം കഴിഞ്ഞു. 18 ദിവസത്തെ കഴിഞ്ഞു. കൗരവര് പരാജയപ്പെട്ടു. പിന്നെ ദുര്യോധനൻ മരണാസനായിട്ട് കിടക്കുകയാണ്. ദുര്യോധനൻ മരിച്ചിട്ടില്ല, ജീവനുണ്ട്, മരണാസനായിട്ട് കിടക്കുകയാണ്. അത് കഴിഞ്ഞാണ് ദുര്യോധനൻ മരിക്കുന്നത്. യുദ്ധം എല്ലാം കഴിഞ്ഞു. മനസ്സിലായി. ഓക്കെ, താങ്ക് യു പ്രഭു. ഹരിബോൾ. ഒരു സംശയം, ആ രാത്രി തന്നെയാണോ പ്രഭു യുദ്ധം കഴിഞ്ഞ് എല്ലാരും വിശ്രമിക്കുന്ന ആ സമയത്ത് തന്നെയല്ലേ? അതേ രാത്രി 18 ദിവസത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അന്നേ ദിവസം തന്നെയാണ് ഇത് ചെയ്തത്. യെസ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് എഴുതാം പ്രഭുജി. ഓക്കെ പ്രഭു. ഹരിബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരിബോൾ. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ നമോ നമഃ.